ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ RSSകാരുമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് CPM-നോട് ചേർത്ത് വെക്കേണ്ടതില്ല എന്നാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിനോട് ചോദിക്കുമെന്ന് LDF കൺവീനറും CPIM സെക്രട്ടേറിയറ്റ് അംഗവുമായ TP രാമകൃഷ്ണൻ ഇന്ന് പറയുന്നു. സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് കിടക്കുമ്പോൾ മാത്രമേ വ്യക്തികൾക്ക് വിലയുണ്ടാകൂ എന്ന് പ്രസംഗിച്ച പിണറായി വിജയനെ ആ മാർത്തട്ടിൽ നിന്ന് വിഘടിപ്പിക്കുകയാണോ ഇന്ന് MV ഗോവിന്ദൻ ചെയ്യുന്നത്? സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആളുകൾ കാണിക്കുന്ന RSS ഏർപ്പാടുകൾക്ക് പാർട്ടിക്ക് ബന്ധമൊന്നുമില്ല, അതിനുത്തരം മുഖ്യമന്ത്രി പറഞ്ഞോളും അല്ലെങ്കിൽ പറഞ്ഞോളണം എന്നാണോ MV ഗോവിന്ദൻ പറയാൻ ശ്രമിക്കുന്നത്? CPIM-ന് അങ്ങനെ ഒരു വാചകത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയുന്നതാണോ സത്യത്തിൽ ഈ വിവാദത്തിലെ അവരുടെ പങ്കാളിത്തം, അവരുടെ ഉത്തരവാദിത്തം? ഇപ്പോഴും ഈ രാത്രിയും ആഭ്യന്തര വകുപ്പിലെ RSSകാർ സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് വിശദീകരണം നൽകാൻ കഴിയാത്ത വിധം മഹാമൗനത്തിന്റെ വാത്മീകത്തിലേക്ക് ആണ്ടുപോകാൻ പിണറായി വിജയൻ എന്ന പൊളിറ്റ് ബ്യൂറോ അംഗം നിർബന്ധിതനാവുന്നുണ്ടെങ്കിൽ നാം അറിയാതെ ചീഞ്ഞു നാറുന്നത് അതിനകത്ത് എന്തൊക്കെയാണ്? ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്നും സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ഈ ചർച്ചയിലുള്ള അഡ്വക്കേറ്റ് VR അനൂപാണ്. കോൺഗ്രസിൽ നിന്ന് CM ജയചന്ദ്രൻ ഇടതു സഹയാത്രികൻ. ഈ വിഷയത്തിൽ ഇന്നും ഒരു ചർച്ചയ്ക്കും പ്രതിനിധികളെ അയക്കേണ്ടതില്ല എന്നാണ് CPIM-ന്റെ തീരുമാനം. അഡ്വക്കേറ്റ് BG വിഷ്ണു BJP പ്രതിനിധിയായി ചർച്ചയിലുണ്ട്. ആനന്ദ് കൊച്ചുകുടി മാധ്യമ പ്രവർത്തകൻ എന്നിവരുമാണ്. ആദ്യം ആനന്ദ്, താങ്കളിപ്പോൾ ഇന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം കണ്ടോ? അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? അതായത് RSSനെ കാണാൻ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിന് സർക്കാരിൻ്റെ കാര്യമാണ്, അതിന് CPM-മായി കൂട്ടിക്കെട്ടണ്ട എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കാര്യത്തിൽ പണിയെടുക്കേണ്ട ആളുകൾ ആ പണി എടുത്തോട്ടെ, ഉത്തരം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് CPM ഒഴിയുകയാണോ? അല്ല, ഇപ്പോൾ CPM-ന് അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിന് വേറൊരു നിലപാടെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ CPM-ന്റെ പാർട്ടി സെക്രട്ടറിക്ക് ഈ സർക്കാരിൻ്റെ മേൽ പൂർണ്ണ നിയന്ത്രണമോ അല്ലെങ്കിൽ ഭാഗികമായ നിയന്ത്രണം പോലും ഇല്ല. ഒരു കാലത്ത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ അതിനു മുൻപ് നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്നൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അവസാന വാക്ക്. പക്ഷേ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രി ആയതിനു ശേഷം കോടിയേരി ബാലകൃഷ്ണൻ ആണെങ്കിലും അതിനുശേഷം വന്ന വിജയരാഘവനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഗോവിന്ദൻ മാഷാണെങ്കിലും ഇവർക്കൊന്നും അവരുടെ ആ ഒരു പദവിക്കനുസരിച്ച് പാർട്ടിയുടെ പൊസിഷൻ അസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പാർട്ടിയുടെ നിലപാട് ആയിരിക്കണം സർക്കാരിൻ്റെ നിലപാട്. പാർട്ടി എപ്പോഴും സർക്കാരിന് ഒരു പടി മുകളിൽ ആണ്, അല്ലെങ്കിൽ പാർട്ടിയാണ് സർക്കാരിനെ ഡ്രൈവ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു CPM-ന്റെ കാലാകാലങ്ങളായിട്ടുള്ള പൊസിഷൻ. അതിൻ്റെ ശരിതെറ്റുകൾ വേറെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെയൊക്കെ അങ്ങനെയാണോ എന്ന് തിരിച്ച് ചിലപ്പോൾ ചോദിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഗോവിന്ദൻ മാഷിനൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടായിട്ടാണോ ഇങ്ങനെ പറയുന്നത്? അദ്ദേഹത്തിന് ഒരു തൃപ്തിയുമില്ല. ബിനോയ് വിശ്വത്തിൻ്റെ അതൃപ്തിയേക്കാൾ അദ്ദേഹത്തിനാണ് അതൃപ്തി, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലാണ് അതൃപ്തി. പക്ഷേ പിണറായി വിജയനെ തിരുത്താൻ ഇപ്പോഴും ആ പാർട്ടിക്ക് പറ്റുന്നില്ല. കാരണം പിണറായി വിജയനാണ് ഇപ്പോഴും നിയന്ത്രണം, പാർട്ടിയുടെ കമാൻഡും പാർട്ടിയുടെ നിയന്ത്രണം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അദ്ദേഹത്തിനാണ് കൂടുതൽ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെ ആൾക്കാർ ഇപ്പോഴും കൂടുതൽ. മറുവശത്ത് വേറൊരു നേതാവ് അല്ലെങ്കിൽ പിണറായി വിജയന് എതിര് നിൽക്കാൻ ഉള്ള ശേഷിയുള്ള നേതാക്കൾ പാർട്ടിയിലില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നത് ഒന്നിന് പുറകെ ഒന്നായിട്ട് കുറേ പേരെങ്കിലും വന്ന് ന്യായീകരിക്കുന്നു. MP രാജേഷ് ഒരു ഉളുപ്പുമില്ലാതെ അദ്ദേഹം ചാനൽ ചർച്ചയിലൊക്കെ വർഷങ്ങളായിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെയൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളാണ്. MR അജിത് കുമാർ പോയതിന് ഞങ്ങൾ എന്ത് ചെയ്യണം, അദ്ദേഹം എന്താണ് CPM-കാരനല്ലല്ലോ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഗവർണർ പോയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് CPM എന്ന പാർട്ടി ഇങ്ങനെ അധപ്പതിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് വേറൊന്നും പരിമിതിയോ ആണ് നമ്മൾ ഈ വാചകങ്ങളിൽ കാണുന്നതാണ് താങ്കൾ ആദ്യം പറയാൻ ശ്രമിക്കുന്ന പോയിന്റ് ഞാൻ വിചാരിക്കുന്നു. എന്ന് പറയാം, ശ്രീ ജയചന്ദ്രൻ ഇടതു സഹയാത്രികനും ശ്രീ ജയചന്ദ്രൻ, ഇന്നിപ്പോ ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ട എന്ന് MV ഗോവിന്ദൻ പറയുന്നത് പിണറായി വിജയൻ ഒറ്റയ്ക്കുണ്ടാക്കിയ വള്ളിയാണ്, തന്നെ അങ്ങ് അഴിച്ചാൽ മതി, ഞങ്ങളതിൽ കൂടാനില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണോ? അതിൽ ആനന്ദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് പിണറായി വിജയൻ മറുപടി പറയേണ്ടതാണ് എന്ന് സ്ഥൈര്യത്തോടെ പറയാൻ ഇപ്പോഴത്തെ പാർട്ടിക്ക് ശേഷിയില്ല, അതുകൊണ്ട് ഞങ്ങളില്ലേ എന്ന് പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് എന്നാണ്. എന്താണ് ഇന്നത്തെ പ്രതികരണത്തിൽ വായിക്കേണ്ടത് ശ്രീ ജയചന്ദ്രൻ? അല്ല, വ്യാഖ്യാനങ്ങൾ എങ്ങനെ വേണമെങ്കിലും ആകാം. പക്ഷേ ഈ പറയുന്നത് പോലുള്ള വസ്തുതകൾ എന്നുള്ളത് ഇത് വ്യാഖ്യാനിക്കുന്ന എല്ലാവർക്കും വ്യക്തമായ ബോധ്യമുള്ള കാര്യവുമാണ്. ഇത് ഇതേ MV ഗോവിന്ദൻ മാഷ് തന്നെയാണല്ലോ പറഞ്ഞത്. അൻവർ പരാതി കൊടുത്തതിന് ശേഷം, രേഖാമൂലം പരാതി കൊടുത്തതിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. പിന്നെ
സർക്കാരിൻ്റെ ദൈനംദിന ഭരണ നടപടിക്രമങ്ങളിൽ പാർട്ടി ഇടപെടാറില്ല. അത് മുൻപും വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം അത് പറഞ്ഞു. അപ്പോഴാണ് ചോദ്യം വരുന്നത്, ബിനോയ് വിശ്വം അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ, CPI സ്റ്റേറ്റ് സെക്രട്ടറി. ഞങ്ങളും തൃപ്തരാണെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ് മറുചോദ്യം. സ്വാഭാവികമായും തൃപ്തിയോടെ അല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പിന്നെ ഇങ്ങനൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നു. ഭരണകക്ഷി MLA ആയ CPM സ്വതന്ത്ര MLA ആയ അൻവറിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്, അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നതല്ല പാർട്ടിയെ സംബന്ധിച്ചോളം. അത് പാർട്ടി വ്യക്തമാക്കിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിയമാനുസൃതമായി സമയബന്ധിതമായി ചെയ്യണം എന്നുള്ള നിലയിലാണ് DGPയുടെ തന്നെ അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. അത് ആ സംഘത്തിൽപ്പെട്ട ഒരു പിന്നെ AIG ആണ് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ SP സുജിത് ദാസ് പിന്നെ സസ്പെൻഷനിലേക്ക് പോകുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മറ്റു കാര്യങ്ങൾ അന്വേഷണത്തിൽ ഒരു സെപ്റ്റംബർ 2 അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു. സുജിത് ദാസിന്റെ സസ്പെൻഷന്റെ കാര്യത്തിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വളരെ എവിഡന്റായ സംഗതികളുണ്ട്. കേരളം മുഴുവൻ കണ്ട കാര്യങ്ങളുണ്ട്. അയാളെ സസ്പെൻഡ് ചെയ്യാതെ വേറെ വഴിയില്ല, വേറെ ഒരു വഴിയുമില്ല. പക്ഷേ ഈ RSSകാരെ പോയി കാണുന്ന ADGPയെ പോലുള്ള പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് ഒരു രാഷ്ട്രീയ വർത്തമാനം പറയാൻ CPMനെ പോലൊരു പാർട്ടിക്ക് പറ്റണമല്ലോ. ആ പോയി കണ്ടത് ശരിയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ RSSന്റെ ആഫീസിൽ പോയി അവിടുത്തെ ആളുകളെ കാണുന്നത് ശരിയല്ല എന്നൊരു വാചകം പറയാൻ പോലും, രാഷ്ട്രീയ വർത്തമാനം പറയാൻ വാചകമില്ലാത്ത വിധം ദുർബലരായി പോകുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നേരത്തെ ആനന്ദ് ചൂണ്ടിക്കാണിച്ചത്. ഞാൻ ചോദിച്ചത്, ഞങ്ങൾ ഇതിനകത്തില്ല എന്ന് പറഞ്ഞ് അങ്ങേയറ്റം പരിതാപകരമാം വിധമുള്ള ഒഴിഞ്ഞുമാറലാണോ ഇന്ന് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് കണ്ടത്? ഞങ്ങളെ കൂട്ടിക്കെട്ടല്ലേ, ഞങ്ങൾ പാവങ്ങൾ എന്ന മട്ടിൽ. അല്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള നയം നടപ്പിലാക്കാനാണ് IPSകാരും IASകാരും ഇരിക്കുന്നതെന്നുള്ളത് താങ്കളുടെ വ്യാഖ്യാനം മാത്രമാണ്. അത്തരമൊരു വ്യാഖ്യാനം ഏതായാലും കേരളം ഭരിക്കുന്ന പാർട്ടിക്കോ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. ജനങ്ങൾക്ക് ആശ്വാസകരമായ നടപടി ബ്യൂറോക്രസി വഴി നടപ്പിലാക്കാൻ എങ്ങനെയാണ് കഴിയുക എന്നുള്ളതിനെക്കുറിച്ചാണ് LDF ചിന്തിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയം നടപ്പിലാക്കാൻ പോലീസിനെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ മോണിറ്ററിങ്ങും ഒരു വിൽ പവറും ഇല്ല എന്ന് നിങ്ങൾ സമ്മതിക്കാൻ വേണ്ടത്. ഈ സർക്കാർ നോക്കൂ, പിണറായി വിജയൻ ഞങ്ങൾ EMSന്റെ സർക്കാരിൻ്റെ തുടർച്ചയാണ് എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നാണ്. EMSന് പോലീസ് നയം ഉണ്ടായിരുന്നു, പ്രഖ്യാപിതമായ പോലീസ് നയം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പറയുന്ന മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള തർക്കത്തിനകത്ത് പോലീസ് എടുക്കേണ്ട നിലപാട് എന്തായിരിക്കണം? പോലീസ് സ്റ്റേഷനകത്ത് വരുന്ന പരാതിക്കാരനോട് സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും പോലീസിനെ കുറിച്ച് കൃത്യമായ നയരേഖയുണ്ട് എന്ന് പ്രഖ്യാപിച്ച് ഭരിച്ച EMSന്റെ ഭരണ തുടർച്ചയാണിത് എന്നാണ് പിണറായി വിജയൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഈ പോലീസ് ഞങ്ങളുടെ കൺട്രോളിലല്ല, അവർ പഴയ ഫ്യൂഡൽ ആൻഡ് കൊളോണിയൽ സെറ്റപ്പിൽ പോകുന്നവരാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് എന്ന ചോദ്യമുണ്ടല്ലോ. അല്ല, അത് പിന്നെ അങ്ങനെയല്ലല്ലോ. ഈ സർക്കാരിനെ നയിക്കുന്ന മുന്നണിക്ക് ഓരോ വിഷയങ്ങളിലും ഓരോ അധികാര കേന്ദ്രങ്ങളെ സംബന്ധിച്ചും നിലപാടുകളുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് LDFന്റെ നിലപാട് അനുസരിച്ചാണോ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക? പോലീസ് നയമുണ്ട് സർക്കാരിന്, വ്യവസായ നയമുണ്ട് സർക്കാരിന്, കാർഷിക നയമുണ്ട്, എല്ലാ കാര്യത്തിലും നയമുണ്ട്. ആ നയം നടപ്പാക്കുക മാത്രമാണോ ഉദ്യോഗസ്ഥർ അവരുടെ ബ്യൂറോക്രസി ചെയ്യുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എന്ന് പറഞ്ഞാൽ സംഘപരിവാറിനെ പോലെയുള്ള വർഗീയ വിദ്വേഷ ശക്തികൾക്ക് ഇടമില്ലാത്ത സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ബാധ്യതപ്പെട്ട ഭരണകൂടമാണ്. ആ സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് പോലീസിന്റെ ശരിയാമണ്ണമുള്ള പ്രവർത്തനം, വിഭജന ശക്തികൾക്കിടമില്ലാത്ത വിധം നമ്മുടെ സാമൂഹ്യ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന ഉത്തരവാദിത്വം പോലീസിൻ്റെതാണ്. പോലീസ് എടുക്കുന്ന പണി മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, വിഭജന ശക്തികൾക്ക് വേണ്ടിയാണ് എന്ന് വന്നാൽ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള പേരിൻ്റെ പ്രസക്തി എന്താണ്? അതിൻ്റെ നയം എന്ന വാചകത്തിൻ്റെ പ്രസക്തി എന്താണ്? എന്നിട്ട് ഇപ്പോൾ ഈ 8ാം വർഷത്തിൽ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന പരാജയവാചകം, വഞ്ചനാവാചകം പറയല്ലേ? അതെ നിഷാദ്, അതെ പറയട്ടെന്നേ. അല്ല പറയട്ടെ, താങ്കളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി ഒന്ന് പറഞ്ഞ് തീർത്തോട്ടെ. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ശരിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നയം നടപ്പിലാക്കേണ്ടതല്ലേ? ആഡ് ഓൺ ശരിയാണ്, അത്തരം ആഡ് ഓൺസ് വേണം. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്നതും നടപ്പാക്കുന്നതും.
കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് ആൾട്ടർനേറ്റീവ് നയങ്ങളെ സംബന്ധിച്ച്, പോളിസിയെ സംബന്ധിച്ച്, ബദൽ നയങ്ങളെ സംബന്ധിച്ച് ഒരു നിലപാടുണ്ടാകുന്നത്. അത് വേറൊരു കാര്യം. അതും കൂടെ നടപ്പിലാക്കാനാണ് സർക്കാർ. ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെ LDF നയം കൂടെ നടപ്പിലാക്കാനല്ലേ ബ്യൂറോക്രസി. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതിൻ്റെ അകത്തുണ്ടാകുന്ന അബറേഷൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി പരിശോധിക്കും സർക്കാർ സംവിധാനത്തിലൂടെ, പാർട്ടി സംവിധാനത്തിലൂടെ അല്ല. അതാണ് പരിശോധിക്കും. 8ാം വർഷത്തിലാണ് നിൽക്കുന്നത്. ഏതാണ്ട് എല്ലാ സമ്മേളനങ്ങളിലും ഈ വിമർശനം ഉയർന്നു കേട്ടിട്ടുണ്ട്. അൻവർ എന്തുകൊണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്? അൻവറിന്റെ പരാതികൾ സത്യത്തിൽ വളരെ ചെറുതായിരുന്നു, പരിഹരിക്കാൻ കഴിയുന്നതായിരുന്നു. അൻവർ ഒരു MLA എന്ന പ്രിവിലേജിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യം പറഞ്ഞാൽ നടക്കുന്നില്ല എന്ന നിലവരികയാണ്. ശരിയാണ്, പാർട്ടിക്കാരായിട്ടുള്ള മറ്റാളുകൾ ഈ ആട്ടും തുപ്പുമേറ്റ് സഹിച്ച് കിടക്കുന്നുണ്ടാവും നമ്മുടെ ഭരണമല്ലെന്ന് ഓർത്ത്. അൻവർ അത് സഹിച്ചില്ല. അതാണ് ഈ കാണുന്നത് എന്ന് ഓർക്കണം. അൻവറിന്റെ ചെറിയ ചെറിയ പരാതികൾ പോലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിധം പോലീസ് വേറെ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അവസാനത്തെ അനുരണനമാണ് ഈ കാണുന്നത് എന്ന് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ 8ാം വർഷം ഇനിയും പരിശോധിക്കാനാണെങ്കിൽ എന്തിനീ തുടർ ഭരണം തന്നു എന്ന ചോദ്യം പോലും അവിടെ ഉണ്ട്. അല്ല അതൊക്കെ പരിശോധിക്കേണ്ട രൂപത്തിലും പരിശോധിക്കേണ്ട രീതിയിലും പരിശോധിക്കേണ്ട ആ ഒരു നിലവാരത്തിലും പരിശോധിക്കാൻ കഴിയൂ. താങ്കൾ മനുഷ്യരെ ഞാൻ കളിയാക്കുകയാണെന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ കഴിയില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഈ കൃത്യമായി പറഞ്ഞാൽ ചെങ്ങന്നൂർ ബൈ ഇലക്ഷൻ്റെ തൊട്ട് തലേ ദിവസം 2018 മെയ് 29-നാണല്ലോ ചെങ്ങന്നൂർ ബൈ ഇലക്ഷൻ സജി ചെറിയാൻ മത്സരത്തിലേക്ക് വരുന്നത്. അതിൻ്റെ തൊട്ട് തലേ ദിവസം ഒരു സംഭവം ഉണ്ടായി. കെവിൻ വധം കോട്ടയത്ത്. അപ്പോൾ ഞാനൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് ഈ പ്രശ്നം ശക്തിയായി ഉന്നയിച്ചു. അവിടുത്തെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഈ പ്രശ്നം പറയാനായിട്ട് സംസാരിക്കാൻ ചെല്ലാൻ CPIM-ൻ്റെ അന്നത്തെ ഏറ്റുമാനൂർ ഏരിയ സെക്രട്ടറിയെ SI അനുവദിച്ചില്ല. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2-3 ദിവസം, അതിൻ്റെ 3-4 ദിവസമായിട്ട് നടന്നതിൻ്റെ ഒടുവിലത്തെ കൾമിനേഷനായിരുന്നു ഈ സംഭവവികാസം ഉണ്ടായത്, കെവിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ദുരഭിമാനക്കൊല ഉണ്ടായത്. അപ്പോൾ ആ ചർച്ചയിൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ച് ഏകാഭിപ്രായത്തോടെ പറഞ്ഞ കാര്യം, പോലീസ് സ്റ്റേഷനിൽ പൊതുപ്രവർത്തകർക്ക് കയറാനുള്ള അവകാശം നിശ്ചയമായും കിട്ടിയേ മതിയാവൂ. പിറ്റേ ദിവസം ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, സഹിച്ചറിയാൻ ജയിച്ചു. ഏതായാലും ആ ചർച്ചയുടെ ഫലമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു, കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പൊതുപ്രവർത്തകർക്ക് കയറാനുള്ള അവകാശമുണ്ട്. അതാണ് സർക്കാരിൻ്റെ നയം, CPIM-ൻ്റെ LDF-ൻ്റെ നയം, അത് തന്നെയാണ്, ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ CPIM-ന്റെ കോംറേഡ്സിനും ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കോ ഏരിയ സെക്രട്ടറിമാർക്കോ പോലും വേണ്ടത്ര ഇടപെടാൻ കഴിയുന്നില്ല. ഇപ്പൊ പറയുമ്പോൾ പാർട്ടി ഭരണം നടപ്പിലാക്കാൻ പാടില്ല, സെൽ ഭരണം നടപ്പിലാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനാണ്. അവർക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യാനും ഇടപെടാനും കഴിയുന്നതായിരിക്കണം ഏത് പോലീസ് സ്റ്റേഷനും. അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഈ വിവാദമുണ്ടായതിനു ശേഷം അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന ലോക്കൽ സെക്രട്ടറിമാർ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, CPIM-ന്റെ കേഡേഴ്സ് എത്ര പേരുണ്ട്? ഞങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നെഴുതുന്ന മനുഷ്യർ, ലോക്കൽ സെക്രട്ടറിമാർ വരെയുണ്ട്. പിണറായി വിജയൻ എന്ത് നടപ്പിലാക്കി എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള മോണിറ്ററിംഗും ഇല്ലാതെ സെൽഭരണം അവസാനിപ്പിച്ചു. സർക്കാരിനും പാർട്ടിക്കും ഒരു പിടിയുമില്ലാത്ത തുറന്ന പോലീസിംഗ് ആണ് എന്ന വാചകം വീരവാചകമായി എഴുതി വച്ചിരിക്കുന്ന, നേട്ടമായി അവകാശപ്പെടുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അല്ല, ഇത് ഇപ്പോൾ PV അൻവർ പറഞ്ഞത് P ശശിയുടെ കാലത്ത് ഈ തരത്തിൽ പോലീസിൽ യാതൊരു തരത്തിലുള്ള പോലീസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ 15 ലക്ഷം വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അൻവർ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞല്ലോ. ഞാൻ അതിനെക്കൂടെ പറയാനായിട്ട് വന്നത്, ഈ പറഞ്ഞ 2018, 2016, 2021 മന്ത്രിസഭാ കാലത്ത് P ശശി അല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി, അന്ന് പുത്തലത്ത് ദിനേശനാണ്. അത് ഈ സർക്കാരിൻ്റെ കാലത്താണ് P ശശി വരുന്നത്. അപ്പോൾ P ശശിയെ മാത്രമായി ഒറ്റപ്പെടുത്തി ഇക്കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ ഈ സംസ്ഥാനത്തെ പോലീസിനെ RSSന് തീരെഴുതി കൊടുത്തിരിക്കുന്നതിന്റെ ഒറ്റ താല്പര്യമേ ഉള്ളൂ. അത് പിണറായി വിജയൻ എന്ന പൊളിറ്റ് ബ്യൂറോ അംഗത്തിന് താല്പര്യമാണ്. അവിടെ ഏത് പൊളിറ്റിക്കൽ സെക്രട്ടറി വേണമെങ്കിലും വന്നോട്ടെ, പിണറായി വിജയൻ എന്ന PB അംഗം ഈ പോലീസിനെ ആർക്കോ എഴുതി കൊടുത്തിരിക്കുന്നു. അല്ലാതെ പിന്നെ എന്താണ്? ഗവർണർ RSSകാരെ കാണാൻ പോയപ്പോ, ഗവർണർ RSS ചീഫിനെ കണ്ടപ്പോ വലിയ തോതിൽ രാഷ്ട്രീയ വർത്തമാനം പറഞ്ഞ CPM-ന് ഇപ്പം മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. സെൻകുമാർ നിങ്ങളുടെ കയ്യിലല്ല കേട്ടോ ഇപ്പൊ കളിക്കുന്നത് എന്ന് വലിയ രാഷ്ട്രീയ വർത്തമാനം നിയമസഭയിൽ പറഞ്ഞ പിണറായി വിജയന് ഈ ADGP-യെ കുറിച്ച് മിണ്ടാൻ പറ്റുന്നില്ല. അതിനർത്ഥം എന്താണ്?
ADGPയുടെ അബദ്ധസഞ്ചാരങ്ങൾ, അഹിത സഞ്ചാരങ്ങൾ, കൂടിക്കാഴ്ചകൾ ADGP അദ്ദേഹത്തിന്റെ പോയത് പൊളിറ്റിക്കൽ പിണറായി ബോസിന് വിജയൻ വേണ്ടി എന്ത് ആയിരുന്നു എന്നതിന്റെ ചെയ്യുമെന്നാണ് ഉറപ്പല്ലേ അത്? അല്ല, പിണറായി വിജയൻ എന്ത് ചെയ്യണം? ADGP അദ്ദേഹം പിന്നെ അവിടെ പോയി ദത്താത്രേയയെ കണ്ടു, 16 മാസങ്ങൾക്ക് മുമ്പ് കണ്ടു. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് പിന്നെ ഈ സമാധാനം പറയണമെന്ന് താങ്കൾ ആവശ്യപ്പെടുന്നു? അത് എന്തിനാണ് ലോ ആൻഡ് ഓർഡറിന്റെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന താങ്കൾ RSSന്റെ ചീഫിനെ പോയി കാണുന്നത് എന്തിനാണെന്ന് ചോദിക്കണമല്ലോ, വിശദീകരണം ചോദിക്കണമല്ലോ. കാരണം എന്താണ്? പ്രധാനപ്പെട്ട ഭരണനിർവഹണ കസേരകളിൽ ഇരിക്കുന്ന ആളുകൾ RSSകാരെ കാണുന്നത് കുഴപ്പമാണ് എന്ന രാഷ്ട്രീയ നയമുള്ള പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. CPIM എന്നാണ് അതിന്റെ പേര്. ആ പാർട്ടി ആ നിലപാട് പലകുറി പല സന്ദർഭങ്ങളിൽ പല സന്ധികളിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. ഇപ്പൊ പക്ഷേ ആ പാർട്ടിക്ക് നാവിറങ്ങിപ്പോയിരിക്കുന്നു. സെൻകുമാറിനെ പിന്തുണച്ച പ്രതിപക്ഷത്തെ നിയമസഭയിൽ ആക്ഷേപിച്ച മുഖ്യമന്ത്രിക്ക് ഇന്നൊരക്ഷരം മിണ്ടാനില്ല. കാരണം എന്താണ്? ഈ പറയുന്ന ADGP അജിത് കുമാറിന്റെ അഹിത സഞ്ചാരങ്ങളും കൂടിക്കാഴ്ചകളും അദ്ദേഹത്തിന്റെ സ്വകാര്യ ഇടപാടുകൾക്ക് വേണ്ടിയാണെന്ന് ജനം വിചാരിച്ചാൽ മറുത്തൊരു വിശദീകരണം കൊടുക്കാൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ ഇന്ന് ഈ രാത്രിയും കഴിയുന്നില്ല. അല്ല, ഈ കാര്യം പ്രതിപക്ഷ നേതാവ് പോലും പറയാത്ത കാര്യങ്ങളിലേക്കാണ് താങ്കളുടെ വ്യാഖ്യാന സാമർഥ്യം ഉപയോഗിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ്? ഈ 2024 തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു പ്ലോട്ടാണ് അന്ന് ഒരുക്കിയത്. അതാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. അവിടം വരെ ഉള്ളൂ. താങ്കൾ അവിടെയൊക്കെ കടന്നിട്ട് എത്രയോ വലിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. പിണറായി വിജയന് വേണ്ടിയിട്ട് RSSുമായി നേരിട്ട് ബാന്ധവം ഉണ്ടാക്കി, എന്തൊക്കെയോ നേട്ടം പിണറായി വിജയൻ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷിക്കുന്നതിൽ എത്രയോ അധികമാണ്. ഞാൻ ചോദിക്കുന്നത് അതാണ്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സ്വന്തം ഇമേജിന്റെ, സ്വന്തം പ്രതിച്ഛായ പോട്ടെ, സ്വന്തം പ്രസ്ഥാനം വിവസ്ത്രമായി തെരുവിൽ നിൽക്കുകയാണ്, ആളുകൾ ആക്ഷേപിക്കുകയാണ്, പ്രതിപക്ഷം ചെളിവാരി അറിയുകയാണ്, ഇത് സംഘപ്രസ്ഥാനമാണെന്ന് ആക്ഷേപിക്കുകയാണ്. മറുപടി പറയാൻ കഴിയാതെ പരിതപിക്കുന്നു സ്വന്തം പ്രസ്ഥാനം. വിജയം മിണ്ടണ്ടേ? പറയണ്ടേ? പറയാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള പരിമിതികൾക്ക് അദ്ദേഹം കുടുങ്ങിക്കിടക്കണമെന്നല്ലേ ശ്രീ ജയചന്ദ്രൻ? അല്ല, അതൊക്കെ താങ്കളുടെ ആക്ഷേപങ്ങൾ മാത്രമായിട്ട് എനിക്ക് കാണാൻ കഴിയൂ. താങ്കൾ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ഇത്തരത്തിൽ പരത്തി കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കെങ്ങനെയാണ് പറയാൻ കഴിയുക? ഇന്ന കാര്യം എന്ന് പറയൂ. മറ്റു നേതാക്കളെ കാണുന്നത് എന്തിനാണ്? RSSുമായി ബന്ധമുണ്ടെന്നൊരു ഭരണകക്ഷി MLA ആക്ഷേപം ഉന്നയിക്കുകയാണ്. അദ്ദേഹം ഈ പറയുന്ന ശബരിമലയിൽ RSS നേതാവിന് മൈക്ക് കൊടുക്കുന്നതിനൊരു കാരണക്കാരനായി പ്രവർത്തിച്ചു എന്ന ആക്ഷേപം വരികയാണ്. പൂരം കലക്കിയത് അദ്ദേഹമാണ്, ആ റിപ്പോർട്ട് പൂഴ്ത്തിയത് അയാളാണ് എന്ന ആക്ഷേപം വരുമ്പോ ഒരു മറുപടി പറയാൻ ദാ കിടക്കുന്നു നിങ്ങളുടെ പൂരം റിപ്പോർട്ട് എന്ന് പറഞ്ഞെടുത്ത് മുന്നിലേക്ക് വെക്കാൻ CPMന് പറ്റുന്നില്ല. CPM മുഖം കുനിച്ച് നിൽക്കുകയാണ്. എന്തിന്? ആർക്ക് വേണ്ടി? ആരുടെ ഇടപാടിന് വേണ്ടി എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അല്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു കാര്യം താങ്കൾ പറയുന്നത്. ഇപ്പോഴാണ് നിഷാദ് താങ്കൾ ആദ്യമായിട്ട് ഒരു കാര്യം പറയുന്നത്. പൂരവുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഒരു കാര്യം ഇത്രയും നേരം നമ്മൾ സംഭാഷണം നടത്തിയല്ലോ, അതിലിപ്പോഴാണ് താങ്കൾ ഒരു കാര്യം പറഞ്ഞത്. RSSന്റെ കൂടിക്കാഴ്ച ഒന്നാമതാണല്ലോ പിന്നെ VD സതീശനും പറഞ്ഞത്. അതെ, താങ്കൾ ഇപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞതെന്ന് പറയുകയാണ്. പിൻ പോയിന്റ് ചെയ്തൊരു കാര്യം പറഞ്ഞാലേ മറുപടി പറയാൻ പറ്റൂ. കൊട്ടത്താപ്പിനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ എനിക്ക് വല്ലതും പറയാൻ കഴിയും? ആർക്കും പറയാൻ കഴിയില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അത് വേണം, നമ്മൾ ചർച്ചയിലിരിക്കുമ്പോൾ അങ്ങനെയല്ലേ മറുപടി പറഞ്ഞു പോകുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ പൂരത്തിൻ്റെ കാര്യം ഇപ്പോൾ വരുന്നു, അതിപ്പോൾ പറയുന്നു. അതിലെന്താണ് പിന്നെ ഇവിടെ LDF നേടിയിട്ടുള്ളത്, CPM നേടിയിട്ടുള്ളത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ നേടിയെടുത്തിട്ടുള്ളത്? അതുകൂടെ നോക്കണമല്ലോ, പരിശോധിക്കണമല്ലോ. ഇപ്പോൾ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് അതാണ് തർക്കമെങ്കിൽ, അതാണ് തർക്കപ്രശ്നമായിട്ട് താങ്കൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്ന് അറിയാനായിട്ടാണല്ലോ ഒരു കമ്മിറ്റിയെ KPCC വെച്ചിരിക്കുന്നത്. ആ കമ്മിറ്റി ഒന്ന് തീരുമാനിച്ച് ഇതാണ് തീരുമാനമെന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മതിയല്ലോ. കാര്യങ്ങൾ അവസാനിച്ചില്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മുരളീധരന്റെ പരാജയ കാരണം എന്താണെന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് അതല്ല. പൂരം കലക്കിയത് ആരാണെന്ന് അന്വേഷിച്ച റിപ്പോർട്ട് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. ചോദിക്കുന്നത് ആരാ? മാധ്യമങ്ങളല്ല, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരല്ല. അവിടെ പരാജയപ്പെട്ട മനുഷ്യൻ, തോൽപ്പിക്കപ്പെട്ട മനുഷ്യൻ, അയാളാ ചോദിക്കുന്നത് എവിടെ ഈ പൂരം റിപ്പോർട്ടെന്ന്. അയാൾ അവിടുത്തെ അസാധാരണമായ എപ്പിസോഡുകളുടെ ഒരു ഘോഷയാത്രയെ കുറിച്ച് സംസാരിക്കുകയാണ്. അവിടെ പോലീസ് അഹിതമായി ചെയ്തു കൊടുത്ത കാര്യങ്ങളെ കുറിച്ച്, അത് ചെയ്ത ഓഫീസർ സംരക്ഷിക്കപ്പെട്ടതിനെ കുറിച്ച് സംസാരിക്കുന്നത് തോൽപ്പിക്കപ്പെട്ട അവിടുത്തെ VS സുനിൽകുമാർ എന്ന കോമ്രേഡാണ്.
അയാളോടും അയാളുടെ പാർട്ടിയോടും മറുപടി പറയാൻ CPM-ന് പറ്റുന്നില്ല. ഉണ്ട്. ആ റിപ്പോർട്ടൊക്കെ വരേണ്ട സമയത്ത് തന്നെ വരും. താങ്കൾ തൽക്കാലം ക്ഷമിക്കൂ. ഇന്ന് വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ വരും. അത് ശരി ശരി, ഞാനൊന്ന് പറയാം. എന്റെ ക്ഷമയുടെ പ്രശ്നം ഇതിനകത്തില്ല കേട്ടോ. ക്ഷമിക്കേണ്ടത് ഈ സർക്കാരിന് വോട്ട് ചെയ്ത മനുഷ്യരുണ്ട്, ഈ പാർട്ടിയുടെ പിന്നാലെയുള്ള മനുഷ്യരുണ്ട്, ഈ പാർട്ടിക്ക് വേണ്ടി സഹിച്ചവരൊക്കെ ഉണ്ട്. അവർ കൂടി ക്ഷമയുണ്ടാവട്ടെ എന്നേ ഉള്ളൂ. കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് വി ആർ അനൂപ് കൂടി നമ്മോടൊപ്പം. വി ആർ അനൂപ്, ഇന്നിപ്പോ പാർട്ടി സെക്രട്ടറി പറയുന്നത് കേൾക്കൂ. CPM-നെ ഇതിനകത്ത് കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് TP രാമകൃഷ്ണൻ LDF കൺവീനർ പറയുന്നത് ഞങ്ങൾക്ക് ബന്ധമുള്ള കാര്യമല്ല, സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതിൻ്റെ ഒഫീഷ്യൽ സ്വഭാവമുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആർ ഗോയിങ് ഓൺ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ വരാൻ വന്നേക്കാം, അല്ലാതെ CPM ആകപ്പാടെ സംഘപരിവാറായിരിക്കുന്നു എന്ന കഥ ഉണ്ടാക്കേണ്ടതെന്നാണ്. CPM-ന് വേണ്ടി ഇവിടെ സംസാരിക്കുന്ന മാന്യ വ്യക്തി പറയുന്നത് ഇടതുപക്ഷ നയം നടപ്പിലാക്കാനാണോ കേരളത്തിൽ IPS ഓഫീസർമാർ ഇരിക്കുന്നതെന്നാണ്. എത്ര പരിഹാസ്യമായ ചോദ്യമാണ്. ഇവിടുത്തെ IPS ഓഫീസർമാർ CPM-ന് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തണമെന്നല്ല നമ്മൾ പറയുന്നത്, CPM-ന് പോസ്റ്റർ ഒട്ടിക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഇവിടെ ഒരു പോലീസ് നയമുണ്ട്. വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് അത് ജനാധിപത്യമായാലും സമഗ്രാധിപത്യമായാലും അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. കേരളത്തിൻ്റെ തന്നെ ചരിത്രമെടുത്താൽ താങ്കൾ സൂചിപ്പിച്ചു, EMS-ൻ്റെ ആദ്യത്തെ മന്ത്രിസഭ മുതൽ VS അച്യുതാനന്ദൻ ഭരിക്കുന്ന മന്ത്രിസഭ വരെ അതിൻ്റെ രാഷ്ട്രീയമായ നിയന്ത്രണം എന്ന് പറയുന്നത് പാർട്ടിയുടെ കയ്യിലായിരുന്നു. സെൽ ഭരണം എന്ന നിരവധി ആക്ഷേപം കേട്ടിട്ടുണ്ട്. VS അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് നമുക്കറിയാമല്ലോ, മൂന്നാറിലെ ഓപ്പറേഷൻ ഇവിടുത്തെ മാധ്യമങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു, വൻതോതിൽ പൊതുജന അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ആ ഓപ്പറേഷൻ നിർത്താൻ തീരുമാനിക്കുന്ന നിമിഷം മൂന്നാറിൽ VS അച്യുതാനന്ദനെ പോലെ ഒരു നേതാവിന് മുട്ടുമടക്കി ഓടേണ്ടി വന്നു. പക്ഷേ ഇന്ന് RSS ചീഫിനെ സന്ദർശിച്ച അഡീഷണൽ DGP ഈ നിമിഷം വരെ ആ പദവിയിൽ തുടരുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത് എന്താ, എന്ത് ചെയ്യണമെന്നാണ്. ലോ ആൻഡ് ഓർഡർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റാൻ ഇപ്പോഴും പിണറായി വിജയന് കഴിയുന്നില്ല. CPI പറയുന്നു പോട്ടെ, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് തൃപ്തിയില്ല. മുന്നണിയിലെ ഘടകകക്ഷിയായ CPIക്ക് തൃപ്തിയില്ലാത്ത, സ്വന്തം പാർട്ടിക്ക് തൃപ്തിയില്ലാത്ത ഒരു നേതാവിനെ പിണറായി വിജയൻ എന്തിനു ചുമക്കുന്നു എന്നുള്ള വളരെ ലളിതമായ ചോദ്യമാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. RSS-ൻ്റെ ചീഫ് അതിനെ സന്ദർശിക്കുന്നു. അത് ഇവിടെ വളരെ അദ്ദേഹം പരസ്യമായിട്ടാണ് സന്ദർശിച്ചത്. അത് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ഇൻ്റലിജൻസ് വകുപ്പിന് കഴിഞ്ഞില്ലെങ്കിൽ ഇൻ്റലിജൻസ് പരാജയമാണ്. പക്ഷെ പറയുന്നത് എന്താ, MP രാജേഷിനെ പോലെ കാര്യങ്ങൾ സെൻസിറ്റീവായിട്ട് കാണുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു യുവ നേതാവ് അദ്ദേഹം പറയുകയാണ് അതിനെന്താണ് കുഴപ്പം. RSS-ൻ്റെ ചീഫിനെ കേരളത്തിൽ CPM ഭരിക്കുമ്പോൾ അഡീഷണൽ DGP കാണുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന തരത്തിലേക്ക് അതിനെ ലളിതവൽക്കരിക്കുന്നതിലേക്ക് CPM-ന്റെ നേതൃത്വം മാറുന്നു. MV ഗോവിന്ദൻ തൃപ്തിയില്ലെങ്കിൽ ആ തൃപ്തിയില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ എന്താണ്, CPIM എടുത്ത റൂളിംഗ് പാർട്ടിയാണ്, ഞങ്ങൾക്ക് തൃപ്തിയില്ലാത്ത കാര്യമാണ് സർക്കാരിൽ നടക്കുന്നതെങ്കിൽ സർക്കാരിനെ കൊണ്ട് തിരുത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ആ പാർട്ടിക്ക് ഉണ്ടായിരുന്നു, അതാണ് ആ പാർട്ടിയുടെ പരിപാടി. പക്ഷേ ഇവിടെ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ദുർബലത നമ്മൾ മനസ്സിലായി. ഞാനൊന്ന് പറയാം, BG വിഷ്ണു RSS നേതാവിനെ ഒരാൾ കണ്ടതല്ല പ്രശ്നം, കണ്ടിടത്ത് മാത്രമായിട്ടല്ല പ്രശ്നം അവസാനിക്കുന്നത്. വിഷ്ണു മറിച്ച് RSS നേതാവിനെ കാണുന്നു, അതിൻ്റെ ഭാഗമായി ഭരണതലത്തിൽ ഉണ്ടായിട്ടുള്ള ചില വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ പോലെ ഈ ഭരണനായകന് ചില നേട്ടങ്ങൾ, ചില സൗകര്യങ്ങൾ കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ഇടപെട്ടിട്ടുള്ള അഴിമതി കേസിനകത്ത് നിന്ന് തുടർ നടപടികളെല്ലാം ഇല്ലാതെയാവുന്നു. പൂരം കലക്കിയത് ആരാണ് എന്ന സംശയം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ പൂരം ആസൂത്രിതമായി കലക്കിയതാണെന്നും അസാധാരണമാംവിധമുള്ള നാടകീയ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ച റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും കൂടി പൂഴ്ത്തിവെച്ച് കളിക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും സൗകര്യമുള്ള ചില കാര്യങ്ങൾ. പൂരം റിപ്പോർട്ട് പൂഴ്ത്തുമ്പോൾ അതിൽ രക്ഷപ്പെടുന്ന ചില ആളുകളുണ്ട്, SFIO അന്വേഷണം മരവിപ്പിക്കുമ്പോൾ അതിൽ രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ADGP അജിത് കുമാറിന് ദത്താത്രേയ ഹൊസബലിനെ പോലുള്ള RSS-കാരെ കാണേണ്ടി വരും. അവിടെ കൂടിക്കാഴ്ചയുടെ മാത്രം പ്രശ്നമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഇതിൻ്റെ ഗുണമെടുക്കുന്നു എന്നതാണ്. അപ്പോൾ നിങ്ങളൊരു സഹകരണ സംഘമായിട്ട് പോവുകയാണോ വിഷ്ണു? നിഷാദേ, കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് ബലിദാനികളെ സൃഷ്ടിക്കപ്പെട്ട സംഘപരിവാർ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ്. ആ മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം RSS-നെയും BJP-യും നിങ്ങൾ വലിച്ചു കെട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഒരു അജണ്ടയാണ്, അത് കോൺഗ്രസിൻ്റെ അജണ്ടയാണ്.
കോൺഗ്രസിന് അത്തരത്തിലുള്ള ഒരു അജണ്ട ഉണ്ടെങ്കിൽ ആദ്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കത്തെഴുതേണ്ടത് രാഹുൽ ഗാന്ധിക്കാണ്. നിങ്ങൾ ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന, ഇവിടെയാണല്ലോ സർക്കാർ ഉള്ളത്, മറ്റൊരിടത്ത് സർക്കാരില്ലല്ലോ, ആ CPM-നെ പുറത്താക്കണമെന്നാണ് ആദ്യം ആവശ്യപ്പെടേണ്ടത്. പിന്നെ RSS നേതാവിനെ കാണുക എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ പറയുന്ന പോലെ അത്ര വലിയ കുറ്റകൃത്യമായിട്ട് ഈ രാജ്യത്തില്ല. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ഈ രാജ്യവും ഭരിക്കുന്നത് RSS-കാരാണ്. RSS-കാരനായ ഒരു പ്രധാനമന്ത്രി തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ല. RSS പ്രചാരകന്മാരായിട്ടുള്ളവർ നിരവധി സംസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഇവിടെയുള്ള പല ഉദ്യോഗസ്ഥന്മാരും IAS-കാരും IPS-കാരൊക്കെ പലപ്പോഴും അവരെയൊക്കെ വന്ന് കാണാറുണ്ട്. അവരെ മാത്രമല്ല, നിരവധി വിവിധ മേഖലയിൽപ്പെട്ട ആൾക്കാരെ കാണാറുണ്ട്. ഈയിടയ്ക്കാണ് RSS-ന്റെ ഒരു നേതാവ് വന്നപ്പോൾ നമ്മുടെ ISRO ചെയർമാൻ അദ്ദേഹത്തെ പോയി കണ്ടത് RSS കാര്യാലയത്തിൽ. ഇങ്ങനെ വിവിധ നേതാക്കന്മാരെ വിവിധ മേഖലയിൽപ്പെട്ടവർ കാണാറുണ്ട്. ഈ വി.ഡി. സതീശൻ കല്ലുവച്ച നുണകൾ പറയുന്ന അദ്ദേഹം ഉണ്ടല്ലോ എന്തോ ഡീലുണ്ടാക്കിയെന്ന്. 2006 എറണാകുളത്ത് പറവൂരിൽ മൈനാഗപ്പള്ളി സ്കൂളിൽ നടന്ന RSS-ന്റെ പരിപാടിയിൽ സംസാരിച്ചത് അദ്ദേഹമാണ്. 2013 ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പുസ്തക പ്രകാശനത്തിൽ അന്നത്തെ MLA ആയിരുന്ന വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്ത് ഏതാണ്ട് 20 മിനിറ്റോളം അവിടെ സംസാരിച്ചു. അന്ന് RSS-ന്റെ നേതാക്കന്മാരും പ്രചാരകന്മാരും ഒക്കെ ആ വേദിയിൽ വി.ഡി. സതീശനോടൊപ്പം ഉണ്ടായിരുന്നു. അന്നൊന്നും വി.ഡി. സതീശന് ഇല്ലാത്ത ഒരു ഐത്തം ഇപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് വി.ഡി. സതീശന്റെ കാര്യം വിട്ടേക്കു വിഷ്ണു. പക്ഷേ CPIM എന്ന് പറഞ്ഞ പാർട്ടി അവരുടെ ഭരണത്തിന് കീഴിൽ ഇത്തരം കൂടിക്കാഴ്ചകളെ രാഷ്ട്രീയമായി പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല. കല്ലുവച്ച നുണകൾ വി.ഡി. സതീശനോട് നിങ്ങളത് പറഞ്ഞോ? വി.ഡി. സതീശൻ പങ്കെടുത്ത പരിപാടിയെ കുറിച്ച് പറഞ്ഞോ? വി.ഡി. സതീശൻ RSS-ന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞോ? പക്ഷെ CPIM എന്ന് പറഞ്ഞ പാർട്ടി അവരുടെ ഭരണത്തിന് കീഴിൽ ഇത്തരം കൂടിക്കാഴ്ചകളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ നയമുള്ള പാർട്ടിയല്ല. ആ പാർട്ടി ഇത്തരം കൂടിക്കാഴ്ചകളെല്ലാം തള്ളിപ്പറഞ്ഞ ചരിത്രമേ ഉള്ളൂ. ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് പോയപ്പോൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. TP സെൻകുമാർ RSS-കാരനാണ് കേട്ടോ, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ചാടണ്ട എന്ന് പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഈ പിണറായി വിജയൻ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്ന മാനസപുത്രൻ RSS നേതാവിനെ കാണാൻ പോകുന്നത്. കാണാൻ പോയിട്ട് ആൾക്കാർ പറഞ്ഞ എന്താണ്, ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം എന്താണ്? പൂരം കലക്കിയത് ആസൂത്രിതമാണ്. ആര് കലക്കിയെന്ന് അന്വേഷിക്കാൻ ഒരു ഏജൻസിയെ, ഒരു ഉദ്യോഗസ്ഥനെ വെച്ചു. ആ റിപ്പോർട്ട് പൂഴ്ത്തി. അപ്പോൾ ആരെ സംരക്ഷിക്കാൻ? SFIO അന്വേഷണം എവിടെ? കരിമണലുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് കേട്ട കോലാഹലം എവിടെ? പല ചോദ്യങ്ങളുടെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് കേവലമായ ഒരു കൂടിക്കാഴ്ചയിൽ ഒതുക്കല്ലേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ബെനിഫിറ്റ് എടുക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ സംശയം. അത് ദൂരീകരിക്കപ്പെട്ടിട്ടില്ല. 2023 അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നടന്നത്. എന്നാൽ പൂരം നടന്നത് 2024 പൂരത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ IPS-കാരും IAS-കാരും അടക്കമുള്ളവർ CPM-ന്റെ ദാസ്യപ്പണിക്കാരല്ല. അവരെല്ലാം വ്യക്തികളാണ്, അവർ സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയും താല്പര്യമുള്ളവരെയൊക്കെ അവർ ചെന്ന് കാണും. അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതിൽ CPM എന്തിനാണ് ആവലാതിപ്പെടേണ്ട ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടിക്കാഴ്ചക്ക് നിൽക്കുന്നവരെ സ്വന്തം സർക്കാരിലെ പ്രധാന പദവികളിൽ അവരോധിക്കുന്ന സ്വഭാവം CPM-ന് ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ RSS-നെ കാണുന്നത് ശരിയോ തെറ്റോ നമുക്ക് വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞ RSS-ന്റെ ദാസന്മാരെ പ്രധാന പദവികൾ കുടിയിരുത്തി കൊണ്ടു നടക്കുന്ന സ്വഭാവം CPM-ന് ഉണ്ടായിരുന്നില്ല. ആ പാർട്ടി ഇന്നിപ്പോ RSS-ന്റെ ചാരനെ അതിപ്രധാന പദവിയിൽ അവരോധിച്ച് പൂവും എണ്ണയിട്ട് വാഴ്ത്തുകയാണ്. അപ്പൊ എന്തിനാണതെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. സെൻകുമാർ സംഘപരിവാറാണ് കേട്ടോ, ഓർമ്മ വേണമെന്ന് പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ച അതേ പിണറായി വിജയൻ ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ അതിനേക്കാൾ ശൗര്യം കൂടി ഒരാളെ പിടിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി മുതൽ ഇങ്ങനെയുള്ള ഗവർണർമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ RSS-കാരാണ്. അതൊക്കെ നിങ്ങൾക്കായിരിക്കും. ആ RSS-കാരെ, RSS-ന് വേണ്ടി പണിയെടുക്കുന്നവരെ വാഴ്ത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വഭാവം CPM-ന് ഉണ്ടായിരുന്നില്ല. അജിത് കുമാറിനെ പക്ഷേ സംരക്ഷിക്കുകയാണ്. അപ്പോഴാണ് അജിത് കുമാർ എന്തിനു പോയി കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പൊ നിങ്ങൾക്ക് പൂരം റിപ്പോർട്ട് പൂഴ്ത്തണം, നിങ്ങൾക്ക് തൃശ്ശൂർ കിട്ടണം, അവർക്കാവട്ടെ SFIO അന്വേഷണം പൂഴ്ത്തണം, അവർക്ക് കരുവന്നൂർ പൂഴ്ത്തണം. ഇവയെല്ലാം ഇപ്പൊ ഫ്രീസാണ്. ഇതിനെക്കുറിച്ചൊന്നും ആട്ടുകാർക്ക് ഇപ്പൊ അറിയില്ല, ഒരു അപ്ഡേറ്റ്സും ഇല്ല. ഇതൊക്കെ കൂട്ടുകച്ചവടമാണെന്ന സംശയം കേരളത്തിന് മുമ്പിലുണ്ട്. അതിൽ വ്യക്തത വരുത്താൻ എന്താണ് SFIO അന്വേഷണത്തിന്റെ സ്ഥിതി, എന്താണ് കരുവന്നൂരിന്റെ സ്ഥിതി നിങ്ങൾക്കറിയില്ല. പൂരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണോ ആർക്കും അറിയില്ല. അന്വേഷണ റിപ്പോർട്ടില്ല. മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടതും CPM-നോട് ചോദിക്കേണ്ട ചോദ്യവും ഞങ്ങളോട് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞങ്ങൾക്ക് ആരോട് ഒളിക്കാനും മറയ്ക്കാനുമൊന്നുമില്ല. ഞങ്ങളുടെ നേതാക്കന്മാരെ കാണാൻ DGP-മാരും IAS-കാരും IPS-കാരൊക്കെ ഇഷ്ടംപോലെ കൊച്ചുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും വലിയ തോതിൽ അവമതിക്കപ്പെടുകയാണിത്. നോക്കൂ, ഈ സെൽഭരണം അവസാനിപ്പിച്ച മഹാനായ മുഖ്യമന്ത്രി
വികസനത്തിൻ്റെ പുതിയ തെളിച്ചു വന്ന മഹാനായ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയോടെ പടിയിറങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഗെയിലും ദേശീയവാദയൊക്കെ കൊണ്ടുവന്ന മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ സംഘപരിവാറിന് വേണ്ടി പ്രസ്ഥാനത്തെ ഒറ്റയാളെന്ന ആക്ഷേപത്തിൻ്റെ നിഴലിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. എന്നിട്ടും ഒരു ക്ലാരിറ്റി വരുത്താൻ കഴിയാത്ത വിധം പിണറായി വിജയൻ ദുർബലപ്പെട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ശ്രീ ആനന്ദ്? അത് ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾക്കോ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെയും മനീഷ് സിസോദിയയുടെയും തെലങ്കാനയിലെ കവിതയുടെയൊക്കെ അവസ്ഥ വരണ്ട എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ മൗനം പാലിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഈ വയസ്സുകാലത്ത് ജയിലിൽ പോയി ഗോതമ്പുണ്ട തിന്നാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾക്കോ മകനോ ഒന്നും ഇങ്ങനെ ഇവരുടെയൊക്കെ സ്വത്ത് വിവരങ്ങൾ ആരെങ്കിലും തിരക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം പറയുന്നത് പിൻ പോയിന്റ് ചെയ്തില്ല, നിഷാദ് പിൻ പോയിന്റ് ചെയ്തില്ല. ഇതുകൊണ്ട് പിണറായിക്ക് എന്താണ് ഗുണം അല്ലെങ്കിൽ പിണറായിക്ക് എന്താണ് ക്വിഡ് പ്രോക്കോ എന്ന് പിൻ പോയിന്റ് ചെയ്തില്ല എന്നാണ് ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ പറയുന്നത്. അദ്ദേഹം പണ്ട് ഈ 2005-06 കാലത്തൊക്കെ ഫാരിസ് അബൂബക്കർ ദീപികയിൽ ഷെയർ വാങ്ങിച്ചിട്ട് മുൻ പേജ് എഡിറ്റോറിയലുകൾ എഴുതിയിരുന്ന കാലത്ത് പോലും അദ്ദേഹം ഈ തരത്തിലുള്ള ഒരു ന്യായീകരണം ആയിട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ന്യായീകരണ ക്യാപ്സ്യൂൾ ആർക്കും എനിക്ക് തോന്നുന്നു CPM-ന്റെ അണികൾക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം. ഞാനത് കേട്ടിങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു. ഇതെന്താണ് ഇദ്ദേഹം പറയുന്നത്? എന്താണ് ഇവിടെ ഇടതുപക്ഷ നയങ്ങൾ നടപ്പാക്കാനാണോ ഒരു ഇടതുപക്ഷ സർക്കാരിനെ നമ്മൾ പാവപ്പെട്ട ജനങ്ങളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്? ഇവിടുത്തെ മുസ്ലിം സമൂഹങ്ങളോട് CPM നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന അവരെയെല്ലാം രക്ഷിക്കുന്ന രക്ഷകരാണ് എന്ന തരത്തിൽ, അവരുടെ എല്ലാം അമ്മാവന്മാരാണ്, അവരുടെ എല്ലാം പ്രൊട്ടക്ടേഴ്സാണ് എന്ന തരത്തിൽ CPM ഇവിടെ എത്ര കാലമായിട്ട് 8 വർഷമായിട്ട് പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരാവശ്യവുമില്ലാതെ അല്ലെങ്കിൽ ആവശ്യത്തിലും അനാവശ്യത്തിലും ഒരു സാധാരണ ഒരു പൗര വിഷയത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യാവകാശ വിഷയത്തെ മുസ്ലിം വിഷയങ്ങളാക്കി മാറ്റി വോട്ട് ബാങ്ക് എന്നുള്ള കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെ ഒരു മറയുമില്ലാതെ, അതായത് പച്ചയ്ക്ക് അത് ന്യൂനപക്ഷ വർഗീയത, അതിപ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു വേറൊരു പതിപ്പായിട്ട് ന്യൂനപക്ഷ വർഗീയതയെ വരെ ഇവിടെ CPM വോട്ടാക്കി മാറ്റിയ ആ ഒരു വലിയ ഈ വർഗീയതയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവും. പക്ഷേ സാധാരണ ന്യൂനപക്ഷങ്ങളെ ഇവിടെ അവരുടെ രക്ഷകരാണെന്ന വ്യാജേന പറ്റിച്ച്, അതായത് എന്താ പറയുന്നത്, വോട്ട് ചോദിച്ച് പറ്റിച്ച് അധികാരത്തിൽ കയറിയിട്ട് ഇവിടെ ആദ്യം തന്നെ രമൺ ശ്രീവാസ്തവയെ പാലക്കാട് പണ്ട് സിറാജുനിസ കേസിൽ അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ആ വാക്കുകൾ പറഞ്ഞ രമൺ ശ്രീവാസ്തവയെ പോലീസ് ഉപദേശകനായിട്ട് വെച്ചിട്ട് ഒരു കാല് അദ്ദേഹം ലോക്നാഥ് ബെഹ്റ, ഒരു കാല് അദ്ദേഹം BJP-യിലും മറ്റൊരു കാൽ CPM-ലും വെച്ചിരിക്കുന്ന ലോക്നാഥ് ബെഹ്റയെ അദ്ദേഹം ആദ്യം തന്നെ പോലീസ് ചീഫായിട്ട് കൊണ്ടുവന്നു. അന്ന് സെൻകുമാറിനെ മാറ്റിയപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് സെൻകുമാർ ഒരു സംഘി ആയതുകൊണ്ടാണെന്ന്. പക്ഷെ അതുകൊണ്ടല്ല, രണ്ടുപേരും സംഘികളാണ്. ബെഹ്റ പക്ഷേ പിണറായിയുടെ അടിമയായിട്ടുള്ള സംഘിയാണ്. TP സെൻകുമാർ സംഘിയാണെങ്കിലും അദ്ദേഹം BJP-യുടെ അടിമയായി മാറി. അതുകൊണ്ടാണ് അന്ന് സെൻകുമാറിനെ മാറ്റി ബെഹ്റയെ കൊണ്ടുവന്നത്. കോടതി വിധിച്ചു സെൻകുമാറിന് 1 വർഷം കൂടി നീട്ടിക്കൊടുക്കേണ്ടി വന്നു. ബെഹ്റ വീണ്ടും വന്നു. ബെഹ്റ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കൊച്ചിൻ മെട്രോയുടെ MD ആയിട്ടിരുന്ന് ഇപ്പോഴും ഒരു പാലമായിട്ട് അദ്ദേഹം പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. ദില്ലിയിൽ BJP-യും ഇവിടെ കേരളത്തിൽ CPM-ഉമായിട്ട്. ഇവിടെ BJP-യുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് ഒരു കാര്യം പറയാതെ ഇവിടെ ശ്രീ വിഷ്ണു, അദ്ദേഹം ചാനൽ ചർച്ചയിലൊക്കെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം അദ്ദേഹം പറഞ്ഞ ചില വാദങ്ങളിലെ ഒരു പിശക് ഞാൻ പറയാം. ഇവിടെ എങ്ങനെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്? ആദ്യം ഈ വാർത്ത VD സതീശൻ ഉന്നയിക്കുന്നു. അതിനുശേഷം VD സതീശൻ ഇത് പറഞ്ഞതിന് ശേഷം CPM-ന്റെ പ്രതികരണം ഗോവിന്ദൻ മാഷ് ആദ്യം തന്നെ പറയുന്നു, പോകാതിരിക്കുകയോ ചെയ്യട്ടെ, അതിനെന്താണ് എന്നുള്ള തരത്തിൽ വരുന്നു. നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ല. പിറ്റേ ദിവസം PL ഈശ്വരൻ മനോരമയിൽ കൊടുത്തൊരു പ്രസ്താവനയുണ്ട്. ഇവിടുത്തെ പ്രാന്തപ്രമുഖോ ഇവിടെ RSS-ന്റെ വലിയൊരു നേതാവാണ്. അപ്പോൾ ഈ PL ഈശ്വരൻ പറയുന്നത് അങ്ങനെ ഒരു മീറ്റിംഗേ നടന്നിട്ടില്ല. എന്തുകൊണ്ട് അദ്ദേഹം നുണ പറഞ്ഞു? അതിൻ്റെ അടുത്ത ദിവസം, അതായത് ഇന്നലത്തെ മലയാള മനോരമ പത്രത്തിൽ വാർത്തയായിട്ട് വരുന്നു, മുൻ പേജിൽ വാർത്തയായിട്ട് വരുന്നു, അതായത് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്, ഇത് സതീശൻ ഹോസബാലയുമായിട്ട് 1 മണിക്കൂർ ചർച്ച നടത്തിയെന്ന്
സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വാർത്ത ലീക്ക് ചെയ്ത് മനോരമ ആ വാർത്ത ചോർത്തിയെടുത്ത് മുൻ പേജിൽ വാർത്തയായിട്ട് കൊടുക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനൌദ്യോഗികമായിട്ട് പത്രപ്രവർത്തകരോട് പറയുന്നു അത് അജിത് കുമാർ അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ്. ബി.ജെ.പിയും അത് മൂടിവെക്കാൻ ശ്രമിച്ചു എന്നതിൽ കൂടിയുണ്ട് രണ്ടുപേരുടെയും താല്പര്യം അല്ലെങ്കിൽ താല്പര്യത്തിലെ സംശയം എന്ന വി.ആർ. അനൂപ്, ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഒരു റോൾ എന്താണ്? നിങ്ങളിപ്പോ വലിയ സമരമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ആഭ്യന്തര വകുപ്പാകെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൽ ശരിയാവണ്ണം പ്രവർത്തനം നടക്കുന്നില്ല. ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള സമരം എന്നൊക്കെ പറഞ്ഞാൽ ഏത് കാലത്തും എപ്പോൾ വേണമെങ്കിലും നടത്താൻ കഴിയുന്ന സമരമാണ്. ഇതിനകത്ത് നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്നില്ലേ? സർക്കാർ വേറെ ചില പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വലിയ കോംപ്രമൈസുകൾ നടത്തുകയാണ് എന്നതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ലേ? അതിനു മുമ്പ് സംഘപരിവാർ പ്രതിനിധിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. സ്വാഭാവികമായും ബി.ജെ.പി. നേതാവിന് വി.ഡി. സതീശനോട് തോന്നുന്ന ദേഷ്യം വളരെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ കാരണം ഇപ്പോഴുള്ള ഈ വിഷയം തന്നെ ഉന്നയിച്ചത് വി.ഡി. സതീശനാണ്. പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത് അഡീഷണൽ DGP RSS മേധാവിയുമായി ചർച്ച നടത്തിയെന്ന് അദ്ദേഹം ഉന്നയിച്ച ഒരു ആർഗ്യുമെൻറ്റിനാണ് പിന്നീട് സാധൂകരണം ലഭിക്കുന്നത്. പിന്നീട് ഈ ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞു, അത് വസ്തുതയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അഡീഷണൽ DGPക്ക് സമ്മതിക്കേണ്ടി വന്നു. ആദ്യം നിഷേധിച്ച RSS മേധാവിക്ക്, കേരളത്തിൻ്റെ ചുമതലയുള്ള വ്യക്തിക്ക് സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ സതീശനെതിരെ തോന്നുന്ന ഈ ചൊറുക്ക് എന്ന് പറയുന്നത് വളരെ അവരെ സംബന്ധിച്ച് അതിന് കൃത്യമായി ഉപോത്ബലകമായ കാര്യങ്ങളുണ്ട്. വി.ഡി. സതീശൻ്റെ സെക്യുലർ ക്രെഡിബിലിറ്റിക്ക് സംഘപരിവാറിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ശശികല എന്ന് പറയുന്ന വിഷകല അല്ല ഒരു മിനിറ്റ് അല്ലല്ല ഞാൻ പറയട്ടെ ശശികല എന്ന് പറയുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരക കാലങ്ങളായി നടത്തി വന്നൊരു നുണ, കേരളത്തിലെ സർക്കാർ ഫണ്ട് ദേവസ്വ ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ദേവസ്വത്തിൻ്റെ കേരളത്തിലെ അമ്പലങ്ങളിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ച് ആ വരുമാനം സർക്കാരിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു നുണയ്ക്ക് നരേറ്റീവിന് കൗണ്ടർ നരേറ്റീവ് ഉണ്ടാക്കിയ നേതാവാണ് വി.ഡി. സതീശൻ. അപ്പോൾ സംഘപരിവാർ വിരുദ്ധതയ്ക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. അത് നിങ്ങൾക്ക് വി.ഡി. സതീശനെ ബ്ലെയിം ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ആധികാരികത നശിപ്പിക്കുക എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെയും CPM-ൻ്റെയും ഒരുപോലെയുള്ള ലക്ഷ്യമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഇത് മറ്റ് ആരോപണങ്ങൾ പോലെയല്ല, ഇവിടെ അതിഗുരുതരമായ ആരോപണം. പക്ഷേ RSSനെ വിമർശിക്കുമ്പോഴും അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിർത്തണം. പ്ലീസ് സ്റ്റോപ്പ്. അല്ല താങ്കൾ വി.ഡി. സതീശനെതിരെ അതിഗുരുതരമായ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. താങ്കൾക്ക് താങ്കളുടെ ഒഴുത്തിൽ പറയാം. സംഘപരിവാറിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വി.ഡി. സതീശൻ ഇല്ല എന്ന് തന്നെയാണ് അടിവരയിട്ട് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏത് നേതാവിനും ലഭിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് അപമാനകരമാണ്. ഇവിടെ വളരെ കൃത്യമായി അഡീഷണൽ DGPക്കെതിരെ അൻവർ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹം കൊല്ലുന്ന ആളാണ്. ഞാൻ ഇവിടെ പറയാണ് വിഷ്ണു അതിനകത്ത് ഒരു കാര്യം പറഞ്ഞു. നേരത്തെ ആനന്ദ് ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നുവെന്ന് വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ വിഷ്ണു നിങ്ങൾ വിശ്വസിക്കുന്നതിനാണ്. വിഷ്ണു ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനാണ് RSS ആദ്യം അത് നിഷേധിക്കുന്നത്? അല്ല, വി.ഡി. സതീശൻ RSSകാരനെ കണ്ടത് വളരെ വലിയ പാപമായിട്ട് വി.ഡി. സതീശൻ അവതരിപ്പിക്കുമ്പോൾ ഇതേ വി.ഡി. സതീശൻ തന്നെ പലതവണ RSSന്റെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നതാണ്, താങ്കൾ പറഞ്ഞു RSSകാർ ഈ രാജ്യം ഭരിക്കുന്നവരാണ്, അവരെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കണ്ടാൽ എന്താ കുഴപ്പം എന്ന് താങ്കൾ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ RSSകാരെ കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അജിത് കുമാർ വന്നു എന്ന സംഗതി പുറത്തു വന്നപ്പോൾ എന്തിനാണ് RSS ആദ്യം നിഷേധിച്ചത്? RSS എന്തിനാ നിഷേധിച്ചത്? അല്ല, വി.ഡി. സതീശൻ 2000 വിഷ്ണു, ഞാൻ ചോദിച്ചത് എന്തിനാണ് RSS അങ്ങനെ കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്ന പൊയ്വാചകം പറഞ്ഞത് എന്തിനാണ്? അപ്പൊ വിഷ്ണു നിങ്ങൾക്കും ഇതിനകത്ത് ഒളിച്ചു വെക്കാൻ കഴിയുന്ന എന്തൊക്കെയോ ഏർപ്പാടുകളുണ്ട് വിഷ്ണു. അതുകൊണ്ടാണ് നിങ്ങൾ കള്ളം പറഞ്ഞത്.
ഞങ്ങൾക്ക് എന്തോ ഒളിച്ചു വെക്കാനാണ്? VD സതീശൻ അല്ല, ഞാൻ പറയട്ടെ, അല്ല, എനിക്ക് സമയം വേണം, എനിക്ക് അനുവദിക്കപ്പെട്ട സമയമാണ്, എനിക്ക് അനുവദിക്കപ്പെട്ട സമയമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ വിഷ്ണു സംസാരിക്കില്ല. അല്ല 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 സംസാരിക്കണമെങ്കിൽ RSS നേതാക്കന്മാരോടും പ്രചാരകരോടും സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ അങ്ങനെ വിശാലമായി ചർച്ച ചെയ്യുന്നവരാണ്. അതിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ നിലപാടാണെങ്കിലും ആരും കാണുന്നത് അങ്ങനെ ഒരു ഹിതകരമായ അങ്ങനെ ഒരു സംശുദ്ധമായ കൂടിക്കാഴ്ചയൊന്നുമല്ല. ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം നിങ്ങൾ തന്നെ വലിയ തോതിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഈ സർക്കാരിനെതിരായ രാഷ്ട്രീയ ആരോപണങ്ങളുണ്ട്, അഴിമതി ആരോപണങ്ങളുണ്ട്. അവ സെറ്റിൽ ചെയ്യാൻ നിങ്ങൾ അടിയിൽ കൂടി പാലം വലിക്കുന്നു എന്നാണ് ആരോപണം. നിങ്ങൾക്ക് അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയുന്നതല്ല ആ കൂടിക്കാഴ്ച. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം നിഷേധിക്കുന്നത് എന്ന സംശയം അവിടെ ഉണ്ട്. അല്ല, അനൂപിന്റെ പോയിന്റ് വേഗം പൂർത്തിയാക്കുക, സമയം തരികയാണ്. ഞാൻ പൂർത്തിയാക്കുന്നേ. VD സതീശൻ നടത്തിയ ഒരു പരസ്യമായി പരിപാടിയിൽ നടത്തിയതിനു ശേഷം ആലുവ പുഴയിലൂടെ ഒരുപാട് വെള്ളം ഒലിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങളിൽ സംഘപരിവാറിന്റെ അജണ്ടകൾ നേർക്ക് നേർ നിന്നുകൊണ്ട് കൗണ്ടർ നെറേറ്റീവുകൾ രൂപപ്പെടുത്തി ഇപ്പോഴും ഈ വിഷയത്തിൽ VD സതീശൻ പുറത്തു കൊണ്ടുവന്നതാ. അൻവർ അതിഗുരുതരമായ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിൽ ആളെ കൊല്ലിച്ചു എന്ന് പറഞ്ഞു, കൊല്ലാൻ ആളെ ഏർപ്പാടാക്കി എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു രാഷ്ട്രീയമായ ആരോപണം എന്ന് പറയുന്നത് എന്താ? അത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂരത്തിന് BJPക്ക് ജയിക്കാൻ ഒരു പ്ലോട്ട് ഇവിടുത്തെ അഡീഷണൽ DGP പോലീസ് സംവിധാനം ഒരുക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ അതിഗുരുതരമായ ഒരു എലമെന്റ്, ഒരു ഘടകം RSS മേധാവിയുമായി അഡീഷണൽ DGPക്കുള്ള ബന്ധം പുറത്തു കൊണ്ടുവന്ന് പ്രതിപക്ഷമാണ് VD സതീശൻ അദ്ദേഹം പറയുന്നു. ജയചന്ദ്രൻ നോക്കൂ, ഈ ആരോപണങ്ങളുടെ പുകമറ ഇവിടെ നിൽക്കുകയാണ്. ഈ പിണറായി വിജയനെ സംരക്ഷിക്കാൻ ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് പറയാൻ സാധാരണ കാണുന്ന മട്ടിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോലും കോമ്രേഡ്സിനെ കാണുന്നില്ല. എല്ലാവരും മൗനത്തിലാണ്. എല്ലാവരും ഈ ദുരൂഹതയുടെ ഭാരം പേറി നിൽക്കുകയാണ്. വിശദീകരിക്കാൻ, വ്യക്തത വരുത്താൻ ഈ പാർട്ടി RSSനോട് സന്ധി ചെയ്യില്ല, ഈ പാർട്ടി RSSനോട് സന്ധി ചെയ്യുന്ന ആൾക്കാരെ ചുമക്കില്ല എന്ന് വ്യക്തത വരുത്താനും ഒരു വാചകം പറയാനും പിണറായി വിജയനെ കാണുന്നില്ല. അദ്ദേഹം അത് പറയണ്ടേ ശ്രീ ജയചന്ദ്രൻ? അല്ല, അദ്ദേഹം മുഖ്യമന്ത്രി എപ്പോൾ സംസാരിക്കണം എന്നുള്ള അദ്ദേഹം തീരുമാനിച്ചോളും. ഇതിനു മുൻപ് ഒരുപാട് തവണകളായി മാധ്യമങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളപ്പോഴും അദ്ദേഹം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇക്കാര്യത്തിൽ താങ്കൾ ചോദിച്ചത് സൈബർ പോരാളികൾ അതൊക്കെ ചോദിച്ചല്ലോ, അതൊക്കെ പാർട്ടി സെക്രട്ടറിയുടെ മറുപടിയിൽ അതെല്ലാം അടങ്ങിയിട്ടുണ്ട്. എന്ത് വേണമെന്നുള്ളത് പാർട്ടിക്ക് അറിയാം, ചെയ്യാൻ നടപ്പിലാക്കാനും അറിയാം. അത് സർക്കാരിൻ്റെ ഒരു കാര്യത്തിൽ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഉദ്യോഗസ്ഥൻ പോയതിന് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനം നൽകേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ നിലപാടായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്ന് നിങ്ങളുടെ ആരോപണമാണ്. അത് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? ഉന്നയിച്ചവർക്കാണ്. അത് ഉന്നയിച്ചവരതൊന്നും പറയുന്നില്ലല്ലോ. വെറുതെ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അതിൻ്റെ കണക്കുകളെല്ലാം, വോട്ടിംഗ് പാറ്റേണിൻ്റെ കണക്കുകളെല്ലാം ഉണ്ട്. പിന്നെ പറയുന്നത് ലാവ്ലിൻ കേസിൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. 2006 മാർച്ച് 1-നാണ് CBIക്ക് അന്വേഷണത്തിന് വിടുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ. അന്ന് അത് തീരുമാനമാകുന്നത് 2013 നവംബർ 5-ന് CBI കോടതി, സ്പെഷ്യൽ കോടതി വെറുതെ വിടുന്നു. പിന്നെ അതിനെതിരെ CBI പോകുന്നു. 2017 ഹൈക്കോടതി വീണ്ടും അത് വെറുതെ വിടുന്നു. അതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതി പോയേക്കുന്നത്. ഇതാരാണ് ഭരിക്കുന്നത്? അന്ന് UPA 1-ൻ്റെയും UPA 2-ൻ്റെയും കാലത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ വിടുന്നതും പിന്നീട് വെറുതെ വിടുന്നതും. 2 UPയുടെ കാലത്ത്. അന്ന് BJP പറഞ്ഞത് എന്താ? പിണറായി വിജയനും CPM-ഉം കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ് ലാവ്ലിൻ കേസിൽ പിണറായിയെ വെറുതെ വിട്ടത് എന്ന് BJP അന്ന് പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് 40 തവണയായിട്ട് ഇത് മാറ്റിവെക്കുന്നത് ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണെന്ന്. എന്ത് അടിസ്ഥാനമാണ് ഇതിനൊക്കെ ഉള്ളത്? അന്ന് പറഞ്ഞത് ഒന്ന്, ഇന്ന് പറയുന്നത് മറ്റൊന്ന്. അപ്പോൾ ഇത് തികച്ചും കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളാണ് അന്ന് വന്നതും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നതും. സമയം ഒന്ന് അവസാനിച്ചുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പുകമറ മാറ്റാൻ CPM എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഇപ്പോഴും അവശേഷിക്കുന്ന ക്വസ്റ്റ്യനാണ്. ആനന്ദ്, എനിക്ക് ഒരിക്കൽ കൂടി വരാൻ നിവൃത്തിയില്ല, പോയി സമയം ഞാൻ കുറച്ച് എക്സീലാണ്. ആർക്കെങ്കിലും മതിയായ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്.